നമസ്കാരം. ഒരു കാലത്ത് കുടുംബാസൂത്രണത്തിനും ജനസംഖ്യാ നിയന്ത്രണത്തിനും വേണ്ടി ശക്തമായി വാദിച്ചിരുന്ന നിലപാടിൽ നിന്നും പൂർണ്ണമായും വ്യതിചലിച്ച് ആന്ധ്രാപ്രദേശ് സർക്കാർ പുതിയ ജനസംഖ്യാ നയം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ജനനനിരക്ക് വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി വിപ്ലവകരമായ ചില സാമ്പത്തിക പാക്കേജുകളാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് കൈനിറയെ ധനസഹായം നൽകുമെന്നാണ് പ്രഖ്യാപനം. പുതിയ പ്രഖ്യാപന പ്രകാരം ഒരു കുടുംബത്തിൽ മൂന്നാമതൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് സർക്കാർ 30,000 രൂപ ധനസഹായം നൽകും. ഇതിനു പുറമെ നാലാമതൊരു കുട്ടി കൂടി ജനിക്കുന്ന കുടുംബങ്ങൾക്ക് 40,000 രൂപ വീതവും സഹായം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ജനനനിരക്ക് കുത്തനെ ഇടിയുന്നതിലുള്ള ആശങ്കയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. ആന്ധ്ര സർക്കാരിന്റെ ഈ പുതിയ നീക്കം പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാവി നീക്കങ്ങളുമായി ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഇപ്പോഴും ഒരു ഏകീകൃത കുടുംബാസൂത്രണ നയം നടപ്പാക്കാത്തതെന്നും അവർ ചോദ്യം ചെയ്യുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ശ്രീകാകുളം ജില്ലയിലെ നരസന്നപേട്ടയിൽ സംഘടിപ്പിച്ചൊരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പലതവണ ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഞാൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കുടുംബാസൂത്രണത്തിനായി ശക്തമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് എന്ന് നായിഡു തന്റെ പഴയ നിലപാട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തന്റെ നിലപാട് മാറ്റത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾ വീണ്ടും നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായി മാറിയിരിക്കുകയാണെന്നും നായിഡു വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും നാം എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ഒരു അടിയന്തര സാഹചര്യം വന്നിരിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമായാണ് മൂന്നാമത്തെയും നാലാമത്തെയും കുട്ടിക്ക് ധനസഹായം നൽകാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞു വരുന്ന ജനനനിരക്കിനെ കുറിച്ച് ചന്ദ്രബാബു നായിഡു കുറച്ചു കാലമായി പൊതുവേദികളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ വികസിത രാജ്യങ്ങൾ ജനസംഖ്യാ കാര്യത്തിൽ വരുത്തിയ വലിയ തെറ്റുകൾ ഇന്ത്യ ആവർത്തിക്കരുതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജനസംഖ്യയിൽ യുവാക്കളുടെ കുറവ് ആ രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ ബാധിച്ച കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇന്നത്തെ കാലത്ത് ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നത് പല ദമ്പതികളെയും ഒരു കുട്ടിയിൽ മാത്രം ഒതുങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി നിരീക്ഷിച്ചു. മറ്റു ചിലരാകട്ടെ തങ്ങളുടെ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ മാത്രമേ രണ്ടാമതൊരു കുട്ടിക്ക് ജന്മം നൽകാൻ തയ്യാറാകുന്നുള്ളൂ. ഈ പ്രവണത ജനസംഖ്യാ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഒരു രാജ്യത്തെ ജനസംഖ്യ സുസ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ ആകെ പ്രജനന നിരക്ക് 2.1 ആയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് നായിഡു ഊന്നിപ്പറഞ്ഞു. ഒരു സ്ത്രീക്ക് ശരാശരി 2 കുട്ടികളിൽ കൂടുതൽ ഉണ്ടാകുന്ന നിരക്കാണിത്. ഈ നിരക്ക് കുറഞ്ഞാൽ ഭാവിയിൽ വയോധികരുടെ എണ്ണം കൂടുകയും ഉൽപാദനക്ഷമതയുള്ള യുവാക്കളുടെ എണ്ണം കുറയുകയും ചെയ്യും. അതേസമയം നായിഡുവിന്റെ പ്രഖ്യാപനത്തെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് പ്രണവ് ശർമ്മ രംഗത്തെത്തി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്ത് കുടുംബാസൂത്രണത്തെക്കുറിച്ചോ ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ചോ കൃത്യമായ ഒരു ദേശീയ നയം രൂപീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ജനസംഖ്യ കുറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ സീറ്റുകൾ ഭാവിയിൽ വെട്ടിക്കുറയ്ക്കപ്പെടുമെന്ന ഭയം ജനങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ദേശീയ നയം ഉണ്ടാക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു.